വയറ്റിൽ കത്രിക, ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ. പ്രോട്ടോകോൾ പാലിച്ചില്ലെന്ന് റിപ്പോർട്ട്. കത്രിക വയറ്റിൽ കുടുങ്ങിയ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അന്വേഷണ സമിതിയുടെ വിലയിരുത്തൽ. ശസ്ത്രക്രിയ സമയത്തെ സർജൻസ് നോട്ട് കൃത്യമാണ്. ശസ്ത്രക്രിയ സമയത്തുണ്ടായിരുന്നത് സ്ക്രൈബ് നേഴ്സ് മാത്രം. ഉപകരണങ്ങളെല്ലാം ഉണ്ടോ എന്ന് ഡോക്ടർ സ്ക്രൈബ് നേഴ്സിനോട് ചോദിച്ചിരുന്നു. ഉണ്ടെന്ന മറുപടിക്ക് ശേഷമാണ് തുന്നലിട്ടത്. ഉഷയുടെ ശസ്ത്രക്രിയയ്ക്കിടെ മറ്റൊരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടി വന്നെന്ന് നേഴ്സ് പറഞ്ഞു. പ്രോട്ടോകോൾ പാലിക്കാനാവാത്തതും ജീവനക്കാരുടെ കുറവും ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന് കൈമാറും. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാൻ പോലീസ്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജെ ഷാഹിദയെയും നഴ്സിംഗ് ഓഫീസർ PS ധന്യയെയും പ്രതികളാക്കും. ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത ആർട്ടറി ഫോർസെപ്സ് നാളെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. നിലവിൽ കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഉഷ ജോസഫിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടേഴ്സ്. നിലവിലെ ഏകപ്രതി ഡോക്ടർ ലളിതാംബിക കരുണാകരനെ ഉടൻ ചോദ്യം ചെയ്യും. പുറത്തെടുത്ത ആർട്ടറി ഫോർസെപ്സിന്റെ കാലപ്പഴക്കം കണ്ടെത്തുന്നത് നിർണായകമാകും. ഡോക്ടർ ലളിതാംബിക കരുണാകരന്റെ കീഴിൽ 9 അംഗ സംഘമാണ് ഉണ്ടായിരുന്നത്. സീനിയർ റെസിഡന്റ് ഡോക്ടർ ഭാർഗവി, ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ഗ്രീഷ്മ എന്നിവരായിരുന്നു ശസ്ത്രക്രിയ നടത്താൻ ഡോക്ടർ ജെ ഷാഹിദയുടെ സഹായി. നഴ്സിംഗ് ഓഫീസർ PS ധന്യ, ഓപ്പറേഷൻ തിയേറ്റർ ചുമതലയുള്ള സീനിയർ നഴ്സിംഗ് ഓഫീസർമാരായ സിമി, മഞ്ജു എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. ഡോക്ടർമാരായ ബിബി, ജയശ്രീ, ഹരികൃഷ്ണൻ എന്നിവരാണ് അനസ്തേഷ്യയ്ക്ക് നേതൃത്വം നൽകിയത്. ശസ്ത്രക്രിയയിൽ പങ്കെടുത്ത മുഴുവൻ ആരോഗ്യ പ്രവർത്തകരുടെയും വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. ഉഷ ജോസഫിന്റെ കേസ് ഷീറ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു.